Thank you everyone for joining. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 16-ാമത്തെ വാക്യം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യർ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും തികഞ്ഞവനാകുവാൻ വക പ്രാപിക്കുവാൻ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. അപ്പൊ ഇവിടെ തിരുവെഴുത്തുകൾ എന്ന് പൗലോസ്ലീഹ അവിടെ പറയുമ്പോൾ പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ വ്യക്തമാണ്. ഇന്ന് നമ്മള് പൗലോസ്ലീഹയുടെ എഴുത്തുകളെ തിരുവെഴുത്തുകളായിട്ട് കാണുന്നു. പൗലോസ്ലീഹയുടെ എഴുത്തുകളെ തിരുവെഴുത്തുകളായിട്ട് നാം കാണുന്നത് ബിക്കോസ് ഓഫ് ചർച്ച്, സഭ മൂലമാണ് നാം അതിനെ തിരുവെഴുത്തായിട്ട് കാണുന്നത്. ഞങ്ങളുടെ അടിസ്ഥാനം ബൈബിളാണ് എന്ന് പറയുമ്പോൾ ആ ബൈബിളിന്റെ അടിസ്ഥാനം സഭയാണ്. ഹു ടെസ്റ്റിഫൈ ഇറ്റ്, ഹു അറ്റസ്റ്റഡ് ഇറ്റ്. അപ്പൊ ഈ തിരുവെഴുത്ത് പൗലൂസ് തന്നെ എഴുതിയതാണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പൗലൂസിന്റെ ലേഖനമാണ് എന്നെങ്ങനെയാണ് വിശ്വസിക്കുന്നത്? അതിന്റെ ഒറിജിനൽ മാനുസ്ക്രിപ്റ്റ് ലഭ്യമല്ല. ഏറ്റവും പഴയ മാനുസ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ 4-ാം നൂറ്റാണ്ടിൽ നിന്നുള്ളതേ ഉള്ളൂ. അപ്പൊ അതിനു മുമ്പുള്ള 3 നൂറ്റാണ്ടുകളിൽ സഭയെ വിശ്വസിക്കുക എന്നുള്ളതല്ലാതെ തരമില്ല. അപ്പൊ ഈ പൗലോസ്ലീഹ എഴുതുമ്പോ, ഈ തിമോത്തിയോസിന് എഴുതുമ്പോ എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ് എന്ന് പറയുമ്പോൾ തനിക്ക് മുന്നമേ എഴുതപ്പെട്ടിട്ടുള്ള തിരുവെഴുത്തുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. വേറെ ഒരു ഭാഗം വായിച്ചാൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം, റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ട് നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും, മുന്നെഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പഴയ നിയമ തിരുവെഴുത്തുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അതിന് തെളിവ് അതിന് തൊട്ടു പുറകിൽ നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ന എന്റെ മേൽ വീണിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പഴയ നിയമ ഉദ്ധരണികൾ എഴുതിയിട്ട് പറയണം മുന്നെഴുതിയിരിക്കുന്ന ഒക്കെയും. അപ്പോ ഓൾ ടെസ്റ്റമെന്റ് സ്ക്രിപ്ചേഴ്സ് അവിടെയാണ് നമ്മൾ വായിക്കുന്നത്. ഓൾ ടെസ്റ്റമെന്റ് സ്ക്രിപ്ചേഴ്സ്, പഴയ നിയമം അത് ഗോഡ് ബ്രീത്ത്, ദൈവനിശ്വാസീയമാണ്. പക്ഷെ ആ ദൈവനിശ്വാസീയമായ തിരുവെഴുത്തിൽ നിന്ന് ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകും. അപ്പൊ അവൻ അതിൽ നിന്ന് ഉപദേശമുണ്ട്, ശാസനമുണ്ട്, ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസമുണ്ട്. ഇതെല്ലാം പഴയ നിയമ തിരുവെഴുത്തുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നാണ് അവിടെ പറയുന്നത്. ഈ തിരുവെഴുത്തുകളെ നമ്മൾ പഠിക്കുമ്പോൾ അത് പഠിക്കേണ്ടത് എങ്ങനെയാണ് എന്നതിന് മാനദണ്ഡമുണ്ട്. തിരുവെഴുത്തുകൾ നമ്മൾ പലപ്പോഴും തിരുവെഴുത്തുകളിലേക്ക് നോക്കി, ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. കാരണം ആളുകൾ ആ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയാമോ, ഈ വാക്യത്തിന്റെ അർത്ഥം എന്ന് പറയാമോ. നമ്മള് വളരെ വ്യക്തമായി ദൈവത്തിന്റെ കാര്യപരിപാടി, യുഗങ്ങളിലൂടെ പാഞ്ഞൊഴുകുന്ന ദൈവത്തിന്റെ സ്നേഹം, ദ റൊമാൻസ് ഓഫ് ഗോഡ് ത്രൂ ദ ഏജസ്, അല്ലെങ്കിൽ ദ പ്ലാൻ ഓഫ് റിഡംഷൻ, അല്ലെങ്കിൽ ദ ഡിസയർ ഓഫ് ഏജസ്, യുഗങ്ങളുടെ പ്രത്യാശ,
യുഗങ്ങളുടെ അഭിലാഷ പൂർത്തി, ഇതിനെക്കുറിച്ചൊക്കെ പ്രസംഗിക്കുക, ക്രിസ്തുവിനെ വരച്ച് കാണിക്കുകയാണ്. അപ്പോൾ ചില വാക്യങ്ങളിൽ ചിലർ എന്ത് ചെയ്യാണ്, തട്ടി ഇടറി വീഴുകയാണ്. അതേക്കുറിച്ച് തിരുവെഴുത്ത് പറയുന്നത് ചിലർക്ക് ഇത് ഇടർച്ചക്കല്ലാണ്, ചിലർക്ക് ഇത് തടങ്കൽ പാറയാണ്. അപ്പൊ ചിലർക്ക് ഇടർച്ചക്കല്ലും ചിലർക്ക് തടങ്കൽ പാറയും ആയി മാറും. അപ്പൊ നമ്മള് ഹൃദയത്തിൽ തീരുമാനമെടുക്കണം, ഈ സ്ക്രിപ്ചർ ഒരിക്കലും എനിക്കൊരു ഇടർച്ചക്കല്ലാവുകയില്ല, ഈ സ്ക്രിപ്ചർ എനിക്കൊരിക്കലും ഒരു തടങ്കൽ പാറയായി മാറുകയില്ല. എന്നെ സംബന്ധിച്ച് പേഴ്സണലി പറഞ്ഞാൽ ഈ തിരുവെഴുത്തിലെ ഒരു ഭാഗവും എനിക്ക് ഇടർച്ചക്കല്ലല്ല. ഐ വോണ്ട് സ്റ്റംബിൾ അറ്റ് എനി ഓഫ് ദീസ് വേഴ്സസ്. ഒരു വാക്യത്തിൽ ഞാൻ ഇടറിപ്പോകത്തില്ല. കാരണം ഒരു വാക്യത്തിലും ഇടറിപ്പോകാതിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമ്മോട് കൂടെയുണ്ട്. പക്ഷേ യേശുവിന്റെ ശ്രോതാക്കൾ അങ്ങനെയല്ല, അവർ വാക്യങ്ങളിൽ ഇടറിക്കൊണ്ടിരും. പഴയ നിയമ തിരുവെഴുത്തുകളൊക്കെ കർത്താവിന് സാക്ഷ്യം കൊടുക്കുക. പക്ഷെ കർത്താവിനെ കാണാൻ അവർക്ക് സാധിച്ചില്ല. ധാരാളം ആളുകൾ ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. അത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല. പക്ഷെ നിങ്ങളത് റിയലി ജോയിൻ ചെയ്യാനാണെങ്കിൽ നിങ്ങളൊരു കമന്റ് എഴുതണം. കാരണം അല്ലേ ഇത് സമയം പോകും. കാരണം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സമയം പോകും. ഞങ്ങൾ റിക്വസ്റ്റ് അയക്കുന്നതിനോടൊപ്പം ഐ വാണ്ട് ടു ജോയിൻ എന്നോട് എഴുതിയാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ ചുമ്മാ തമാശന് ആളുകൾ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. അതിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് ലൈവിൽ ജോയിൻ ചെയ്യണമെങ്കിൽ റിക്വസ്റ്റ് അയക്കുന്നതിനോടൊപ്പം ഒരു കമന്റ് കൂടെ എഴുതുക. ഒരു പ്രശ്നവും അക്സെപ്റ്റ് ചെയ്യും. ആരെ വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാം. എനിക്ക് മനുഷ്യൻ എന്ന ഒരു കോൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ, മറ്റൊരു കോൺസെപ്റ്റും ഇല്ല. ഞാൻ വീണ്ടും പറഞ്ഞു, 5 ഡോക്ടറേറ്റ് ഉള്ള ആൾക്കും ജോയിൻ ചെയ്യാം, 5ാം ക്ലാസ് വിദ്യാഭ്യാസം ഉള്ള ആൾക്കും ജോയിൻ ചെയ്യാം, നോ പ്രോബ്ലം. കാരണം ഇവിടെ ട്രൂത്താണ് പറയുന്നത്. എന്നേക്കാൾ അറിവുള്ള ഒരാൾ ഇവിടെ വരുന്ന ജോയിൻ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു ഭാരവും പ്രയാസവും ഭയവുമില്ല. കാരണം അദ്ദേഹം വന്നാൽ ഈ ലൈവിൽ ജോയിൻ ചെയ്ത് നമ്മളെ തെറ്റ് തിരുത്തി നമ്മളെ പഠിപ്പിച്ചാൽ ഞാൻ അപ്പോൾ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യും. കാരണം ഞാൻ ആർക്കും വാക്ക് കൊടുക്കുകയോ ആരുടെ കയ്യിൽ നിന്ന് അച്ചാരം വാങ്ങുകയും ചെയ്തിട്ടില്ല. ഞാനൊരു സംഘടനയിൽ നിന്നും ശമ്പളം വാങ്ങുന്നില്ല. അതുകൊണ്ട് ഇഫ് യു ക്യാൻ കം ആൻഡ് കറക്റ്റ് മീ, ഐ ആം വെരി ഹാപ്പി ടു അക്സെപ്റ്റ്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നത്. പക്ഷെ തിരിച്ചാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാനുള്ള ഹ്യൂമിലിറ്റി ഉണ്ടെങ്കിൽ നല്ലത്. നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് വേണം ചോദിക്കാം. സോ ഓൾ ആർ വെൽക്കം. പിന്നെ ഇവിടെ പറയുന്നതിന്റെ മറുപടി വേറെ ക്ലോസ്ഡ് ഗ്രൂപ്പിലൊക്കെ പോയി പറയുന്നതിൽ വലിയ അർത്ഥമൊന്നും, അതൊന്നും വലിയൊരു ഹീറോയിസ് ഒന്നുമല്ല എന്ന് എനിക്ക് പറയാനുള്ളൂ. വടക്കുവശത്തൂടെ സൈന്യം ആക്രമിക്കാൻ വരുമ്പോൾ പടിഞ്ഞാറ് വശത്ത് സൈനിക പരേഡ് നടത്തുന്നതിൽ അർത്ഥമില്ലല്ലോ. നമ്മൾ ആ വടക്കുവശത്തോട്ട് പോയി ആക്രമിക്കണം, അതല്ലേ ഒരു ഹീറോയിസം. ഇവിടെ രാവിലെയും വൈകിട്ടും ഞാൻ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെയും വൈകിട്ടും പറയുന്നുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ പറയാം, തിരുത്താനുണ്ടെങ്കിൽ തിരുത്താം, വരിക 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് മണവാട്ടിയല്ല, ഫേസ്ബുക്കും ഷൂപീഡിയയിലും നിങ്ങളെ ക്ഷണിക്കുന്നു. അപ്പോൾ ഇല്ല, ഇതിന്റെ മറുപടി ഞാൻ വേറൊരിടത്ത് കൊണ്ട് എഴുതിക്കോളാം എന്നൊക്കെ പറയുന്ന ഒരു ഹീറോയിസ് ഒന്നും അല്ല, ഒരു മടുപ്പെന്നുള്ളതേ ഉള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം. മുപ്പത്തിയൊമ്പതാമത്തെ വാക്യം. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നല്ലോ. യു സെർച്ച് സ്ക്രിപ്ചേഴ്സ് because you assume that in them you will have
ഇറ്റേണൽ ലൈഫ്. നിങ്ങൾ ഈ തിരുവെഴുത്തുകളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വിചാരിക്കുന്നു അതിലാണ് നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടുന്നത്. Those verses bear witness to me, yet you are unwilling to come to me. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു, എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. നിങ്ങൾ തിരുവെഴുത്തുകളിൽ മുഖം പൂഴ്ത്തിയിരിക്കുന്നു. ഇപ്പൊ കർത്താവ് പറഞ്ഞതിന്റെ ഒരു പ്രസന്റേഷൻ ഇപ്പൊ ഒരു യഹൂദനെ സംബന്ധിച്ച്, ആ യഹൂദൻ ഈ തിരുവെഴുത്തുകൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. പഴയ നിയമ തിരുവെഴുത്ത്. ഇപ്പൊ തിരുവെഴുത്തുകൾക്കകത്ത് ഇപ്പൊ നിങ്ങളിങ്ങനെ നോക്ക്, തിരുവെഴുത്തുകൾക്കകത്ത് ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനകത്താണ് നിത്യജീവൻ എന്നാണ് അവൻ വിശ്വസിക്കുന്നത്. അപ്പൊ യേശു അപ്പുറം എന്നിട്ട് പറയാണ്, തല ഉയർത്തുകയും. യേശു തൊട്ടപ്പുറത്ത് നിൽക്കുക. യേശു പറയാണ്, നീ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ തിരുവെഴുത്തുകൾ മുഴുവൻ എനിക്കാണ് സാക്ഷ്യം നൽകുന്നത്. എങ്കിലും അതിൽ നിന്ന് മുഖമുയർത്തുവാൻ നിനക്ക് സാധിക്കുന്നില്ല. അതിൽ നിന്ന് മുഖമുയർത്തിയിട്ട് നീ എന്നെ കാണണം, എങ്കലേക്ക് വരണം. ഇതിൽ നിന്ന് മുഖമുയർത്തുവാൻ നിനക്ക് കഴിയുന്നില്ല. അപ്പൊ നമ്മൾ പല ആളുകൾ അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടും ഇരിക്കുകയാണ് തിരുവെഴുത്തുകളിലേക്ക്. തിരുവെഴുത്ത് നല്ലതാണ്, പക്ഷേ ക്രിസ്തുവിനെ കാണുന്നതിൽ നിന്ന് അതൊരു വിഘാതമാകരുത്. യഹൂദന് ക്രിസ്തുവിനെ കാണുന്നതിന് തടസ്സം തിരുവെഴുത്താരും. അത് യേശു പറയാണ്, നിങ്ങൾ അതിൽ മുഖം പൂഴ്ത്തിയിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്റെ അടുക്കൽ വരാൻ മനസ്സില്ല, നിങ്ങൾ എങ്കിലേക്ക് നോക്കുന്നില്ല. അപ്പൊ അതാണ് ഇത് കർത്താവിന് സാക്ഷ്യം നൽകുക. ഇത് കർത്താവിന് സാക്ഷ്യം നൽകുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചില ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയച്ച് ചോദിച്ചു, ഈ നരകത്തെ സംബന്ധിച്ച്. ഇപ്പൊ കർത്താവ് എല്ലാവരെയും നിത്യമായി നരകത്തിൽ കൊണ്ടിടും. അവിടെ കിടാത്ത തീയും ചാകാത്ത മുഴുവാണ്. കുറെ ആളുകൾ അവിടെ കിടന്ന് ഇങ്ങനെ തുളയ്ക്കും. ഇതൊക്കെയാണ് മനസ്സിലാക്കുക. അപ്പൊ അതിന് ചില വാക്യങ്ങൾ, അങ്ങനെ ഒരു വാക്യം അവിടെ ഉണ്ട്, ഇങ്ങനൊരു വാക്യമുണ്ട്. നിങ്ങൾ വായിച്ചാൽ പഴയ നിയമത്തിൽ നരകമില്ല. പഴയ നിയമത്തിൽ നിങ്ങൾ നോക്ക്, അതിൽ നരകം നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. അപ്പൊ പഴയ നിയമത്തിലുള്ളവർക്ക് അജ്ഞാതമായിരുന്നു. യഹൂദന്മാർക്കിടയിൽ നരകചിന്ത ഉണ്ടായിരുന്നു. എപ്പോഴാ വന്നെന്നറിയാമോ? ബാബിലോണിയൻ പ്രവാസത്തിന് ശേഷമാണ്. അവർക്ക് ജാതികളിൽ നിന്ന് കിട്ടിയ ആശയം. അതിനു മുമ്പ് അവർക്ക് നരകമില്ലായിരുന്നു. ദേ വർ സോ ഇന്നസെന്റ്. അപ്പൊ അവരുടെ കോൺഷ്യസ് വാസ് ക്ലീൻ. അപ്പൊ ദൈവം അങ്ങനെ ഒരു കാര്യം അവരോട് പറഞ്ഞില്ല. മരണത്തെക്കുറിച്ച് പറഞ്ഞു, പക്ഷെ നരകത്തെക്കുറിച്ച് പറഞ്ഞില്ല. അപ്പോസ്തലനായ പൗലൂസിന്റെ 14 ലേഖനങ്ങളിലും നരകമില്ല. നമ്മൾ നോക്കുക. പിന്നെ ചില നരകവാക്യങ്ങൾ, നരകം പോലെയുള്ള ചില വാക്യങ്ങൾ കാണുന്നു. അപ്പൊ അതേക്കുറിച്ച് എന്നോട് ചോദിച്ചു. പിന്നെ നമുക്ക് സുറിയാനി സഭയുടെ പ്രാർത്ഥനകളിലൊക്കെ നരകത്തെക്കുറിച്ചുണ്ട്. അപ്പം അത് നിശ്ചയമായും നരകമാണ്, അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ. നമുക്കൊരു ഇടർച്ച. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ അപ്പോഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചും കാറ്റാഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങിനെ കുറിച്ചും മനസ്സിലാക്കും. കാറ്റാഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ അടിത്തട്ട് ധാരണയാണ്, കീഴ്ത്തട്ട് ധാരണ. അപ്പോഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് മേൽത്തട്ട് ധാരണകളാണ്, മേൽത്തട്ടാണ്. അതെ, നമ്മൾ അതേക്കുറിച്ച് വളരെ വിശദമായി സംസാരിച്ചിട്ടുള്ള ബിജോയ്. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകാത്തത്. ഓൾറെഡി ആ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. 8 വീഡിയോസ് ഉണ്ട്. 8 വീഡിയോയും കൂടെ കൂടി എൻ്റെ 10 മണിക്കൂറിലധികം സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. ഇപ്പൊ ഞാൻ മറ്റൊരു കാര്യമാണ് പറയുന്നത്, നരകത്തെക്കുറിച്ചല്ല, നമ്മുടെ ധാരണകളാണ്. അപ്പൊ ഈ അപ്പോഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങും കാറ്റാഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്ങും, ഈ കാറ്റാഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് റിട്ടൺ സ്ക്രിപ്റ്റേഴ്സ് ഉള്ള
വ്യക്തമായി നിർവചിക്കപ്പെട്ടിരിക്കുന്ന ധാരണകൾ. അപ്പൊ വ്യക്തമായ നിർവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ലിഖിത തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കുണ്ടാകുന്ന ധാരണകളെയാണ് കാറ്റഫാറ്റിക് എന്ന് പറയുന്നത്. അപ്പൊ അത് അടിത്തട്ടാണ്, അടിത്തട്ട്. ഇപ്പം വലിയൊരു മരം നിൽക്കുകയാണ്, 200 മീറ്റർ പൊക്കമുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ അതിന്റെ അടിയിൽ ആ തായ്തടിയും വേരും അതിന്റെ ചുറ്റുമുള്ള കാര്യങ്ങള്, വീണ് കിടക്കുന്ന ഇലകൾ, ഇതെല്ലാം നമുക്ക് കാണാം. പക്ഷെ മുകളിലോട്ട് നോക്കാം, അങ്ങ് മേഘങ്ങളിലോളം പൊക്കത്തിൽ, അങ്ങ് മുകളിൽ അതിന്റെ തലപ്പ് നമുക്ക് കാണാൻ പറ്റുന്നില്ല. താഴെ നോക്കിയാൽ കുറച്ച് ഭാഗം കാണാൻ പറ്റും. അപ്പൊ ഈ കാണാൻ പറ്റുന്നിടത്തോളം ഭാഗം, ഈ ചുവടും ഈ തടിയും കണ്ടോ, ഇതാണ് കാറ്റാഫാറ്റിക്. അങ്ങ് മുകളിലുള്ള കാര്യം അപ്പോഫാറ്റിക് ആണ്, നമുക്ക് മനസ്സിലാകുന്നത്. ഇതിലെ ഈ ഓർത്തഡോക്സിയിൽ എങ്ങനെയാന്ന് ചോദിച്ചാൽ, ഒരു ലിഖിത രൂപത്തിൽ നിർവചിക്കപ്പെട്ട കൃത്യമായ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ആയിട്ട് ഇത്ര കാര്യങ്ങളാണെന്ന് പറഞ്ഞൊരു കാറ്റഗറീസ് എഴുതി വെച്ചിട്ടില്ല. അടിസ്ഥാന ഉപദേശങ്ങളാണുള്ളത്. അടിസ്ഥാന ഉപദേശങ്ങൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നമുക്കുണ്ട്. ബാക്കി ഓരോ പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ അവർക്ക് വെളിപ്പെടുന്ന കാര്യങ്ങളാണ്. ആത്മീക ഔന്നത്യത്തിലേക്ക് ഉയരുകയാണ് ദൈവത്തിന്റെ ആത്മാവിനോട് ഒന്നിച്ച്. അപ്പൊ അവർക്ക് കിട്ടുന്ന കാഴ്ചപ്പാടുകളാണ്, അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, റെവലേഷൻസ് ആണ്, വെളിപ്പാടുകളാണ്, ധാരണകളാണ്. അപ്പൊ അത് വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ പരസ്പര വിരുദ്ധമാണെന്ന് നമുക്ക് തോന്നുകയും ചെയ്യും. പക്ഷെ അതെല്ലാം പിതാക്കന്മാരുടെ റൈറ്റിംഗ്സ് ആയിട്ട് നാം അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഇതൊരു വ്യക്തിയുടെ ആത്മീകമായിരിക്കുന്ന വളർച്ചയുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. അതേക്കുറിച്ച് ഞാൻ പറയുമ്പോൾ, കാരണം ആളുകൾക്ക് സംശയമുള്ളതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ 1ാം ക്ലാസ്സിൽ ഒരു കൊച്ചിനെ കൊണ്ട് ചേർക്കുമ്പോൾ ആ കൊച്ചിനെ പഠിപ്പിക്കും, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഇതാണ് പഠിപ്പിക്കുന്നത്. ആ കൊച്ചും കുറെ കൂടെ വലിയ ക്ലാസ്സിലോട്ട് മുതിർന്ന് വലിയ ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോൾ, ഹൈസ്കൂളിൽ ചെല്ലുമ്പോൾ പഠിപ്പിക്കും, സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല. അപ്പൊ താഴത്തെ ക്ലാസ്സിൽ പഠിച്ചതിന് നേരെ ഘടകവിരുദ്ധമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ അതിൽ ഏതാണ് ശരി? അപ്പൊ ഒന്നി പഠിച്ച സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പഠിച്ചതാണോ ശരി? 10ൽ പഠിക്കുന്ന സൂര്യൻ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല എന്ന് പറഞ്ഞാണോ ശരി? രണ്ടും ഒറ്റ സ്കൂളിലാണ്. അപ്പൊ ഒരേ സ്കൂളിലെ ഒരു ക്ലാസ്സിൽ ഉദിക്കുന്നുമില്ല, അസ്തമിക്കുന്നുമില്ല എന്ന് പഠിപ്പിക്കുമ്പോ അടുത്ത ക്ലാസ്സിൽ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്ന് പഠിപ്പിക്കും. അപ്പൊ ഓരോരുത്തരും താൻ്റെ നിരയിലാണ്. അപ്പൊ 1ാം ക്ലാസ്സിലെ ശരിയാണത്, 10ാം ക്ലാസ്സിലെ ശരിയാണ് ഇത്. എന്നാൽ കോളേജിലേക്ക് ചെല്ലുമ്പോ ഈ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു എന്ന ഒരു കോൺസെപ്റ്റിനേക്കാൾ അപ്പുറത്ത് ബാക്കി സെലസ്റ്റിയൽ ബോഡീസിനെ കുറിച്ചും ഗാലക്സികളെ കുറിച്ചും ഒക്കെ പഠിക്കുകയാണ്. അപ്പൊ കോളേജിൽ നിന്ന് പഠിച്ച് ഗവേഷണ തലങ്ങളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ ഹോൾ യൂണിവേഴ്സിനെ സംബന്ധിച്ച പഠനങ്ങളാണ്. അപ്പൊ തിയറി ഓഫ് റിലേറ്റിവിറ്റി ആയി മറ്റു കാര്യങ്ങളിലേക്ക് പോയി കഴിയുമ്പോൾ ഈ പറഞ്ഞ ഈ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നെല്ലാം പോയി. അപ്പൊ അത് ഞാൻ പറഞ്ഞത് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുമ്പോൾ അതൊരു അപ്പോഫാറ്റിക് ലെവലാണ്. മറ്റേത് ബേസിക് ആണ്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ പഠിച്ച അവസാനം ISRO ജോലി കിട്ടി. ISROയിലെ സയന്റിസ്റ്റായി. അപ്പൊ ISROയിലെ സയന്റിസ്റ്റ് ആയിട്ട് ഇയാൾ വിവാഹമൊക്കെ കഴിച്ചൊരു കൊച്ചുണ്ടായി. ഈ കൊച്ചിനെ കൊണ്ട് സ്കൂളിൽ ചേർത്തു. അപ്പൊ കൊച്ചിനെ സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ കൊച്ചിനെ പഠിപ്പിക്കുകയാണ്, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പൊ കൊച്ചു വൈകുന്നേരം വീട്ടിൽ വന്നിരുന്നിട്ട് അവിടെ ഇത് വായിക്കുകയാണ്, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. അപ്പൊ ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാൾ വലിയൊരു വടിയെടുത്തിട്ട് ഒറ്റ അടി കൊച്ചിനോട് കൊടുക്കും, എടാ സൂര്യൻ ഉദിക്കുന്നില്ല, അസ്തമിക്കുന്നില്ല, നിനക്ക് അതറിയാമോ? ഇത് അങ്ങനെ ആരും ചെയ്യത്തില്ല. സുബോധമുള്ളവരാരും ചെയ്യത്തില്ല. ഇപ്പൊ സുബോധമുള്ളവരെന്ന് പറഞ്ഞാൽ അവർ പറയും, മോനെ സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ്. അതാണ് അവന്റെ ശരി. അപ്പൊ അവൻ പരീക്ഷയ്ക്ക് എന്നിട്ട് പരീക്ഷയ്ക്ക് എഴുതേണ്ടത് എന്താണ്? സൺറൈസസ് ഇൻ ദ ഈസ്റ്റ് ആൻഡ് സെറ്റ്സ് ഇൻ ദ വെസ്റ്റ്. അപ്പൊ അവന് മാർക്ക് കിട്ടും. ദിസ് ഗ്രോത്ത്
അപ്പൊ അതുകൊണ്ട് ചുമ്മാ ഇവിടെ വന്ന് അതും ഇതും കേട്ടിട്ട് പോയി ഇടറിപ്പോരും. അപ്പൊ അങ്ങനെയുള്ളൊരിത് കേട്ടിട്ട് അർത്ഥമില്ല. അപ്പൊ മൂത്ത ചേട്ടൻ അപ്പുറം ഇരുന്ന് വായിക്കുന്നുണ്ട്, അത് നീ കേൾക്കണ്ട, അത് മൂത്ത ചേട്ടൻ്റെ. പിന്നെ അപ്പുറം കോളേജിൽ പഠിക്കുന്ന ചേച്ചി വേറെ കാര്യങ്ങൾ വായിക്കുന്നു, അത് നീ കേൾക്കണ്ട. ഓരോരുത്തരും താൻ്റെ നിരയിൽ അത്രയാണ്. നിങ്ങൾ ഈ വാർക്കുന്ന കണ്ടിട്ടില്ലേ ഓരോ സാധനങ്ങള്? ഇപ്പൊ ഇങ്ങനെ ഒരു കുട വാർക്കുക, ഒരു കുട വാർക്കുന്ന നടുക്കൊരു തൂണ് വാർത്തു, പിന്നെ ഒരു കുട വാർത്തു. അപ്പൊ ഈ കുട വാർക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുറെ പലക കൊണ്ട് ഇങ്ങനെ ഒരു കുട പോലെ ഉണ്ടാക്കുകയാണ്, തട്ടടിക്കുക, എന്നിട്ട് അതിന് സപ്പോർട്ട് കൊടുക്കുക, പിന്നെ വാർക്കുക. അപ്പൊ ഈ വാർത്ത് കഴിഞ്ഞ് ഈ വാർക്ക ഉറച്ചു കഴിയുമ്പോൾ ഒരു 10-14 ദിവസം കഴിയുമ്പോൾ ഇത് അങ്ങ് ഉറയ്ക്കും. ഇത് ഉറച്ചു കഴിയുമ്പോൾ പിന്നെ ഈ തട്ടിന്റെയും കാലിന്റെ ഒന്നും ആവശ്യമില്ല. ഈ തട്ടും മുട്ടും കാലും എല്ലാം ഇളക്കിക്കളയും. അപ്പം നിങ്ങളുടെ സ്പിരിച്വാലിറ്റി ആ മേൽത്തട്ടിൽ ഉറയ്ക്കുവാൻ വേണ്ടി കീഴേ തട്ടിൽ നിന്ന് കൊടുക്കുന്ന സപ്പോർട്ടുകളാണിത്. പക്ഷെ നിങ്ങളെ വളർച്ച പ്രാപിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ല. ചില ആൾക്ക് ആ മാനസിക വളർച്ച ഉണ്ടാകത്തില്ല. സാന്താക്ലോസ് വരുന്നെന്ന് പറഞ്ഞാൽ റിയൽ ആണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പം എൻ്റെ പിള്ളേർക്ക് സാന്താക്ലോസ്, അപ്പം ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അങ്ങനെ സാന്താക്ലോസ് വരും, അപ്പം നമുക്ക് രാത്രി ചിമ്മിനി കൂടെ സമ്മാനങ്ങൾ ഇടും. അതാണ് ഒരു ബിലീഫ്. അപ്പൊ നമ്മൾ ഈ ചിമ്മിനിയുടെ കീഴെ കൊണ്ട് എന്ത് ചെയ്യാം? ട്രീ വെച്ചിരിക്കുന്ന ചിമ്മിനിയുടെ കീഴെയാണ്. അപ്പൊ സാന്താക്ലോസ് രാത്രി ക്രിസ്തുമസ് ഈവന്റ് അന്ന് രാത്രി വന്നിട്ട് ചിമ്മിനിക്കകത്തൂടെ സമ്മാനം ഇടും. അപ്പൊ നമ്മൾ പകരം എന്ത് ചെയ്യും? 24 തീയതി ഒന്നല്ല, ഒരു 20 തീയതി ഒക്കെ ആകുമ്പോൾ തന്നെ പിള്ളേർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു വെക്കും, ഒളിച്ചു വെക്കും ഇവർ കാണാതെ. എന്നിട്ട് 24 തീയതി രാത്രി ഇവർ ഉറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ ട്രീയുടെ കീഴെ ഇവരുടെ ഗിഫ്റ്റ് വെക്കും. ഇവർ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങ് എക്സൈറ്റഡ് ആണ്. അത് കണ്ട് നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഇതാണ് വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്ന എല്ലാ പിള്ളേർക്കും എല്ലാം ഗിഫ്റ്റ് മേടിച്ചു വെക്കും. പക്ഷെ പിള്ളേർ വളരുന്നതനുസരിച്ച് സ്കൂളിൽ നിന്നുള്ള അറിവും അവർക്ക് തന്നെ കിട്ടുന്ന അറിവും അനുസരിച്ച് അവർക്ക് മനസ്സിലാവും സാന്താക്ലോസിന്റെ സ്റ്റോറി ശരിയല്ല. ഇപ്പൊ 24 തീയതി എന്റെ പിള്ളേരാണെങ്കിൽ ഉറങ്ങത്തില്ല, ഉണർന്നിരുന്നിട്ട് എന്ത് ഗിഫ്റ്റാണ് ഈ കൊടുക്കുന്നത് അറിയാൻ വേണ്ടിയാണ്. ഇവർക്കറിയാം ഞാൻ തന്നെ ഇത് വെക്കുന്നത്. പക്ഷെ കൊച്ചു പിള്ളേർക്ക് അറിയത്തില്ല. മുതിർന്നവർക്ക് അവര് കൊച്ചു പിള്ളേർ പറയത്തുമില്ല. പിന്നെ ആയപ്പോൾ ഞാൻ മൂത്ത പിള്ളേരെ ഇത് വെക്കാൻ ഹെൽപ്പ് ചെയ്യിക്കും. അവരാണ് വെക്കുന്നത്. അവർ പിന്നെ ഒരു ഗൂഢസ്മിതത്തോടെ അവർ ഹൈഡ് ചെയ്ത് വെക്കും. ഇപ്പൊ ഏറ്റവും ഇളവർക്ക് വരെ അറിയാം. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇളയ ആൾക്കറിയത്തില്ലെന്ന് ഓർത്ത് ഞാൻ ഇങ്ങനെ കൊണ്ട ഗിഫ്റ്റ് വെക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ കഥകിന് ഇടവഴി അവൾ നോക്കും. നമ്മൾ ഉറങ്ങാതിരുന്ന് നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന്റെ എന്താ അതിന് പറയുന്നത്, എക്സൈറ്റ്മെന്റ് പോയി. നോ മോർ എക്സൈറ്റ്മെന്റ്. ഇപ്പൊ ഇനി അടുത്ത ക്രിസ്മസിന് എക്സൈറ്റ്മെന്റ് ഇല്ല, അവർക്ക് ഗിഫ്റ്റ് അങ്ങ് കൊടുക്കത്തേ ഉള്ളൂ. കാരണം ഇനിയിപ്പം അർത്ഥമില്ല അങ്ങനെ വെക്കുന്നത്. പക്ഷെ അവരുടെ കുഞ്ഞിലെ അത് ഭയങ്കര സന്തോഷമായിരുന്നു. അവരുടെ കുഞ്ഞിലെ അത് ഭയങ്കര സന്തോഷം. അപ്പൊ ചില ആൾക്ക് ഇത് മുതിർന്നു കഴിഞ്ഞാൽ സാന്താക്ലോസ് ഉണ്ടെന്ന് അങ്ങ് വിശ്വസിക്കുക. എന്തോ ഒരു സുഖം, ചുമ്മാ അങ്ങ് വിശ്വസിക്കും. ഇപ്പൊ ഈ ഷെർലക് ഹോംസ് എന്ന് പറഞ്ഞ നിങ്ങൾ ആർതർ കോനൻ ഡോയിലിന്റെ കഥയാണ്. ലോകത്തിൽ 56 നീണ്ട കഥയും 4 നോവലുമാണ്. ഞാൻ പല ആവർത്തി വായിച്ചിട്ടുണ്ട്, സെവറൽ ടൈംസ്. ഇപ്പൊ ഞാൻ പുതുതായിട്ട് വീണ്ടും എടുത്തു വെച്ചിട്ടുണ്ട് വായിക്കാൻ. ഇപ്പൊ ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നത് 8 കഥ വായിച്ചു. പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്, നല്ല രസമാണ്. അത് ഈ ലണ്ടനിൽ ബേക്കർ സ്ട്രീറ്റിൽ ചെല്ലുമ്പോൾ ഈ ഷെർലക് ഹോംസിന്റെ ആ വീടൊക്കെ അതേപോലെ വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ കടക്കകത്ത് പറയുന്ന നമ്പറിലുള്ള വീട് അവരൊരു സൊസൈറ്റി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ട്, ഷെർലക് ഹോംസിന്റെ വീട്. അപ്പൊ ഷെർലക് ഹോംസ് ഉപയോഗിച്ച കണ്ണാടി, ചെരുപ്പ്, കോട്ട ഇതെല്ലാം അവിടെ വെച്ചത്. അപ്പൊ നമ്മൾ ഈ കടക്കകത്ത് കാണുന്ന കാര്യമെല്ലാം അവിടെ കാണുക. അപ്പൊ നമ്മൾ റിയൽ ഇന്നും ഓരോ ദിവസവും 1000-ലധികം കത്തുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഷെർലക് ഹോംസിന് വരികയാണ്. അതിനെല്ലാം മറുപടി അയക്കാൻ വേണ്ടി അവിടെ സ്റ്റാഫിനെ വെച്ചിട്ടുണ്ട്, അവർ മറുപടി അയക്കുന്നു. അപ്പൊ ഒരുപാട് ആളുകൾ ഇത് റിയൽ ആയിട്ടുള്ള ഒരാളാണെന്ന് വിശ്വസിക്കുക. ഈ കഥ എഴുതി ഇറങ്ങിയിട്ട് 150 കൊല്ലം കഴിഞ്ഞിട്ട് ഇപ്പോഴും ആളുകൾ അയച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഹാരി പോട്ടർ റിയലി ഉള്ളതാണെന്ന് വിശ്വസിക്കുന്ന എത്രയോ കുട്ടികൾ ലോകത്തുണ്ട്. പക്ഷെ അവർ കുറെ വളരുമ്പം അതിൽ ഭൂരിപക്ഷം ആളുകൾക്ക് മനസ്സിലാകും അതില്ലെന്ന്. പക്ഷേ അത് ഒരിക്കലും മനസ്സിലാക്കാത്തവരുണ്ട്. ചില ആളുകളുണ്ട് 4 ഡോക്ടറേറ്റ് ഉണ്ട്, 5 ഡോക്ടറേറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇപ്പോഴും നരകമുണ്ടെന്ന് വിശ്വസിച്ചിരിക്കുക. അപ്പം വാട്ട് ക്യാൻ വി ഡു? നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പൊ അവരെ സംബന്ധിച്ച് വളർച്ച പ്രാപിക്കുന്നില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് ആളുകളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോഴും കട്ടിയായ ആഹാരം കഴിക്കാൻ പ്രായം ആയിട്ടില്ലെങ്കിൽ നിങ്ങൾ പാല് കുടിക്കുക.
ദാറ്റ് ഇസ് സജഷൻ ഓഫ് അപ്പോസ്റ്റൽ പോൾ, നോട്ട് മൈ സജഷൻ. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അല്പം കട്ടിയുള്ള കാര്യങ്ങളാണ്. നിങ്ങൾക്ക് വെറുതെ ദഹനക്കേടോ അസുഖമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അപ്പൊ ഈ എല്ലാ ഞായറാഴ്ച ഇപ്പം 40 കൊല്ലമായിട്ട് ഞാൻ പാസ്റ്ററാന്ന് ഒരാൾ എന്നോട് പറഞ്ഞു. 40 കൊല്ലമായിട്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചപ്പം 40 കൊല്ലമായിട്ടും സൺഡേ പോയിട്ട് മനമേ പാടി സ്തുതിക്കുക, സ്തുതി അങ്ങനെയൊക്കെ കുറെ പാട്ട് പാടുക, സങ്കീർത്തനം വായിക്കുക, കുറെ അമ്മച്ചുകാരോട് സംസാരിക്കുക, മുട്ടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, പിരിയുക, റൊട്ടിയും വെള്ളം കുടിക്കുക. ഇതിങ്ങനെ 40 കൊല്ലം ചെയ്ത് എന്ത് സ്പിരിച്വാലിറ്റി ഉണ്ടായി, എന്ത് വളർച്ച ഉണ്ടാകാനാണ്? ഒരു വളർച്ച ഉണ്ടായിട്ട്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ശരിയാണല്ലോ. പിന്നെ ഇടക്കൂട്ടം നടത്തുക, ഉപവാസം നടത്തുക. പക്ഷെ 40 കൊല്ലം എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. അപ്പോ ഇതെന്ന് പറയുന്നത് ഈ സാന്റാക്ലോസിനെ ഇപ്പോഴും റിയലാന്ന് വിചാരിക്കുന്ന ആ ശിശുവായിരിക്കുക. പൗലോസ് പറയാണ്, ശിശുവായിരുന്നപ്പോൾ ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. ഞാൻ പുരുഷപ്രായമായതിനു ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ മുട്ടും താങ്ങും എല്ലാം ഇളക്കി കളഞ്ഞു. ഈ വാർക്ക നല്ല സ്ട്രോങ് ആയി ഉറച്ചു. എന്നാൽ ഇതിന്റെ കൂട്ടൊന്നും ശരിയല്ലെങ്കിൽ ഈ നമ്മൾ ഈ വാർക്കയുടെ തട്ട് പൊളിക്കുമ്പോഴേക്കും അതെല്ലാം കൂടെ പൊത്തോന്ന് തലയിൽ. അതുകൊണ്ട് ഈ ഉറയ്ക്കാതെ ഈ ചരലും മണ്ണും ചെളിയും കുറച്ച് ഉച്ചിഷ്ടവും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് വാർത്ത് വെച്ചിരിക്കുന്നതിൻ്റെ ഒന്നും തട്ട് പൊളിക്കാൻ നിങ്ങൾ പോകരുത്. വെറുതെ നിങ്ങൾ നാണം കെടുവന്നേ ഉള്ളൂ. അതുകൊണ്ട് നല്ല കോൺക്രീറ്റ് ഇട്ടതാണ് നമ്മൾ പൊളിച്ചോണ്ടിരിക്കുന്നത്. ധാരാളം ആളുകളുടെ നമ്മൾ പൊളിച്ചു, അതൊക്കെ ഓക്കെയാണ്, അതൊക്കെ നല്ല വാർക്ക അവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഞാൻ പറയുന്നത് കേട്ടോണ്ട് നിങ്ങൾ പോയി അവിടെ ഉറക്കാത്തതൊക്കെ പൊളിക്കാനും ഒക്കെ പോയി കമ്പി ഇല്ലാത്തതും ഒന്നും പൊളിക്കാൻ പോരുത്. ഇത് നല്ല സെറ്റായിട്ട് കമ്പിയൊക്കെ കെട്ടി വാർത്തിരിക്കുന്നതിന്റെ കാര്യമാണ് ഞങ്ങൾ ഈ പൊളിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഈ സാന്താക്ലോസ് ഇപ്പോഴും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാള് ഇന്നലെ ഹല്ലേലൂയ പത്രത്തിൽ ഒരു വീരവാദം മുഴക്കിയിട്ടുണ്ട്. ദൈവം തപ്പുക, എന്തൊരു തമാശ എന്നറിയത്തില്ല. അപ്പൊ ഇതൊക്കെയാണ് സാന്താക്ലോസ് വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഷെർലക് ഹോംസ് അവിടെ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ഹാരി പോട്ടർ ജീവിക്കുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ഹാരി പോട്ടർക്ക് കത്തയക്കുന്നു, ഷെർലക് ഹോംസിന് കത്തയക്കുന്നു, സാന്താക്ലോസിനെ കാത്തിരിക്കുന്നു. ശിശുക്കളാണ് അവർ. ശിശുക്കൾ. മനസ്സിലാകുന്നൊരു കൈയുയർത്തൊരു ആമേൻ പറഞ്ഞാട്ടെ, സ്വത്രം പറഞ്ഞാട്ടെ. അപ്പൊ ഇത് ശിശുക്കളാണ്. അപ്പൊ ശിശുവായിരിക്കുമ്പോൾ ശിശുവിനെ സ്പിരിച്വാലിറ്റിയിൽ ശിശുക്കളുണ്ട്. അപ്പൊ ഈ സുറിയാനി സഭയെ സംബന്ധിച്ച് ഇതിനകത്ത് എല്ലാവരും ഓൾ ഇൻക്ലൂസീവ് ആണ്. അപ്പൊ എല്ലാ സ്പിരിച്വൽ സ്റ്റാറ്റസിലും ഉള്ളവരെ ഉൾക്കൊണ്ടാണ് പ്രാർത്ഥനകൾ പോകുന്നത്. അല്ലാതെ ഇപ്പം അച്ഛന്മാര് ഞങ്ങൾക്ക് ഇച്ചിരി സ്പിരിച്വൽ ആണ്, അവർ ആ രീതി പ്രാർത്ഥിക്കത്തില്ല. മെത്രാച്ചന്മാർ വന്നു കഴിഞ്ഞാൽ അവര് പ്രത്യേകിച്ച് ഈ ഓർത്തഡോക്സ് സഭയിലെ മെത്രാമാരെയൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവരും ഭയങ്കര അറിവുള്ളവരും പല ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. വൈദികരാണെങ്കിലും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്ന, അതിശയിക്കുന്ന അറിവ്. ഇപ്പൊ ഞാൻ ഈ ഫേസ്ബുക്കിൽ വന്നേ പിന്നെ ധാരാളം അച്ഛന്മാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ അതിശയിച്ചു പോകുന്നുണ്ട്. പെന്റക്കോസിലൊന്നും ഇത്രയും വിവരമുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടില്ല. ഹൈലി എഡ്യൂക്കേറ്റഡ്. ഞാൻ ചില വൈദിക വിദ്യാർത്ഥികൾ എന്നോട് സംസാരിച്ചു, അവരെ ഗുരുക്കന്മാരാക്കിയ കൊള്ളാന്ന് എനിക്ക് തോന്നി. അതുപോലെ ജ്ഞാനമുള്ള വൈദിക വിദ്യാർത്ഥികൾ സെമിനാരിയിൽ നിന്ന്. പക്ഷെ അവർക്കെല്ലാം ചെറിയൊരു പ്രശ്നമുണ്ട്. അവരെല്ലാം ഭയങ്കര അന്തർമുഖത്തുള്ളവരാ. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇത് പ്രയോജനപ്പെടരുതെന്ന് അവർക്ക് നിർബന്ധമുള്ളതല്ലേ. അവർക്ക് അവരുടെ അറിവ് അവരോട് മിണ്ടത്തുമില്ല, ഒന്നുമില്ല. അവരോടുകൂടി അത് തീരണം എന്നുള്ള എന്തോ പിടിവാശി ഉള്ളതല്ലേ. ആരോടും മിണ്ടത്തില്ല, വാ വിളിക്കത്തുമില്ല. എന്നോട് വന്ന് ഇതൊക്കെ പറയുന്നുണ്ട്, ഞാൻ കേട്ട് അതിശയിക്കുന്നുണ്ട്. അപ്പം സുറിയാനി സഭക്കാർ മനസ്സിലാക്കണം, നിങ്ങളുടെ അച്ഛന്മാരും മെത്രാമാരും ഒക്കെ കൂടുതൽ വളരെ അറിവുള്ള ആളുകൾ അതിനകത്ത് ഒരുപാട്, ഒന്നും രണ്ടൊന്നും. അവരൊക്കെ ഒന്ന് സംസാരിക്കാൻ തുടങ്ങിയിരുന്നെങ്കിൽ വളരെ അനുഗ്രഹമായേനെ. അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞത്, പക്ഷെ അവരെ എന്റെ അറിവിനാൽ ഒരു ബലഹീനൻ നശിക്കരുത്, പൗലോസ് ശ്ലീഹയുടെ സ്റ്റാൻഡാണ്. അപ്പൊ തന്റെ അറിവിനാൽ ഒരു ബലഹീന സഹോദരൻ നശിക്കരുത് എന്നതുകൊണ്ട് ആ ബലഹീന സഹോദരന്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് അവരോടൊപ്പം പ്രാർത്ഥിക്കുകയാണ്. അല്ലാതെ ഇനി ആ പ്രാർത്ഥന ശരിയല്ല, അതിന്റെ അർത്ഥം ഇതിന്റെ അർത്ഥമില്ല, അങ്ങനത്തെ അഹന്തയില്ല അവിടെ. അപ്പം
വി ഹാവ് ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ഈ സുറിയാനി സഭയിലെ മേൽപ്പെട്ടക്കാർക്ക്, ജർമ്മനിയിൽ വിദ്യാഭ്യാസം ചെയ്തവരും അമേരിക്കയിൽ വിദ്യാഭ്യാസം ചെയ്തവരും ഒക്കെ ആയിട്ടുള്ള ആ മേൽപ്പെട്ടക്കാര്, ബെസേലിയസിന്റെയും ഗ്രിഗോറിയോസിന്റെയും അഫ്രഹാത്തിന്റെയും ഒക്കെ രചനകൾ മനഃപ്പാടമായിട്ടുള്ള മേൽപ്പെട്ടക്കാരുണ്ട്. അവരൊന്നും ഇത് പറയാത്തത് തങ്ങളുടെ അറിവിനാൽ ബലഹീന സഹോദരങ്ങൾ നശിക്കാതിരിക്കാൻ വേണ്ടി. ഞാനിത് പറയുന്നു എന്ന് പറഞ്ഞാൽ ഞാനിതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ആ നിലവാരത്തിലുള്ളവർ. അല്ലാത്തവർ ദയവ് ചെയ്ത് ഇത് കേൾക്കരുത്, ലീവ് ചെയ്യുക. ഇത് ഗ്രഹിക്കാൻ കഴിയുന്ന പ്രായപൂർത്തിയുള്ള അവയവങ്ങളുള്ളവർക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്തുതി അന്മനമേ എന്നുള്ള അല്ല എന്നും നല്ലവൻ എന്ന പാട്ടും പാടി സങ്കീർത്തനവും വായിച്ച് കാലങ്ങൾ തള്ളി നിരങ്ങി നീക്കുന്ന, അല്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി മാത്രം ഒരു പെന്റക്കോസ്റ്റൽ പാസ്റ്ററോ ഒക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾ കുറെ വർഷമായി കഴിയുമ്പോൾ വെറുതെ മത്സരിക്കാനൊന്നും ചാടി പുറപ്പെടണ്ട. നിങ്ങൾ നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് ജീവിക്കൂ. ഞാൻ അങ്ങ് ശിശുക്കളോടല്ല സംസാരിക്കുന്നു, അത് ഗ്രഹിക്കുക. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയായ അവയവങ്ങളുള്ളവർക്ക് മാത്രം. അപ്പൊ ഇന്ദ്രിയങ്ങൾക്ക് പ്രായപൂർത്തി വന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞങ്ങൾ തികഞ്ഞവരുടെ ഇടയിൽ ഞാനും സംസാരിക്കുന്നു. അപ്പൊ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. നമ്മുടെ ആളുകൾ ഇതിനകത്തുണ്ട് കേട്ടോ. മെസ്സേജ് വരുന്നുണ്ട്, മെസ്സേജ്. അടിസ്ഥാനങ്ങൾ വേണ്ടേ പാസ്റ്ററേന്ന്? അടിസ്ഥാനങ്ങൾ വേണ്ടേ? ഒരു ആള് മെസ്സേജ് ചോദിച്ചിരിക്കുക. ഫൗണ്ടേഷൻ. എന്താ ഇപ്പൊ പറയുക? അടിസ്ഥാനം വേണം. ഇമ്മൂവബിൾ ഫൗണ്ടേഷൻ. ഇമ്മൂവബിൾ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ചലിക്കാത്ത അടിസ്ഥാനം നമുക്ക് വേണം. അപ്പൊ ചലിക്കാത്ത അടിസ്ഥാനം ഉണ്ടെങ്കിലാണ് നമുക്ക് കെട്ടിടമായിട്ട്. ഇപ്പൊ നിങ്ങൾക്കറിയാം, ചന്ദ്രയാൻ 2 ഈയിടെ പൊക്കി വിടാൻ വേണ്ടി നിന്നിട്ട് ഈ 15-ാം തീയതി പൊക്കി വിടാൻ നിന്നത് ക്യാൻസൽ ചെയ്തു. ഇനിയിപ്പം അടുത്ത ഡേറ്റ് അറിയിക്കും. അപ്പൊ ചന്ദ്രയാൻ 2 വിടുന്നിടത്തോട്ട് നിങ്ങൾ നോക്കണം, അടിസ്ഥാനമുണ്ട്. ആ ചന്ദ്രയാൻ 2 വിജയകരമായി വിക്ഷേപിക്കണമെങ്കിൽ ചലിക്കാത്ത അടിസ്ഥാനം വേണോ, ചലിക്കുന്ന അടിസ്ഥാനം വേണോ? നിങ്ങൾ എന്നോട് പറ. ഇതാണ് ഈ അപ്പോഫാറ്റിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ ഈ ചന്ദ്രയാൻ 2ന്റെ അടിസ്ഥാനം ഇളകുമ്പോഴാണ് ഇത് മുകളിലോട്ട് പോകുന്നത്. നീ അടിസ്ഥാനം ഉറപ്പിച്ചു വെച്ചോണ്ടിരിക്കും, ഇത് മുകളിലോട്ട് പോകത്തില്ല. അത് റോക്കറ്റ്, 1ാം ഘട്ടം റോക്കറ്റുമായിട്ട് പൊങ്ങി അയ്യോ ഇത്രയും നമ്മളെ പൊക്കിക്കൊണ്ട് വന്ന റോക്കറ്റ് അല്ലേ, അതിനെ കളയരുതെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. ആ റോക്കറ്റ് കത്തിയിട്ട് അത് അടർന്ന് താഴേക്ക് വീഴുമ്പോൾ അത് മുന്നോട്ട് പോകും. അടുത്ത ഘട്ടം അടർന്ന് താഴോട്ട് വീഴുമ്പോൾ അത് മുന്നോട്ട് പോകും. 3ാമത്തെ ഘട്ടം അടർന്ന് വീഴുമ്പോൾ താഴോട്ട് പോയിട്ട് നേരെ സ്പേസിലോട്ടില്ല. ഇത് അടർന്ന് താഴെ വീഴുകയാണ്, അടിസ്ഥാനങ്ങൾ ഇളകി മറിയുകയാണ്, എന്നിട്ട് മുകളിലേക്ക് പോവുകയാണ്. അപ്പം സ്പിരിച്വൽ സോവറിംഗ് ആണ്, ആത്മീയ ഔന്നത്യം പ്രാപിക്കുന്നതാണ്. ഇത് ഒരു സാധാരണ വിശ്വാസിയെ സംബന്ധിക്കുന്ന കാര്യമല്ല. സാധാരണ വിശ്വാസിക്ക് ഇതിനകത്ത് ഇടപെടേണ്ട ആവശ്യമില്ല. സാധാരണ വിശ്വാസി എന്ത് ചെയ്യാണ്? സാധാരണ പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക, കഞ്ഞി കുടിക്കുക, കുരിശ് വരയ്ക്കുക, കിടന്നുറങ്ങുക. ഐ എം നോട്ട് ടോക്കിംഗ് ടു ദം. എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അപ്പൊ നിങ്ങൾ ആ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് ചെയ്യുക. അപ്പൊ എന്ത് ചെയ്യാണ്? ഉപ്പുമാവ് ഉണ്ടാക്കുക. ഉപ്പുമാവ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എവിടെയാണ്? സ്കൂളിൽ. അപ്പൊ ഈ സ്കൂളിൽ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കഞ്ഞിപ്പര 1ാം ക്ലാസ്സിനോട് ചേർന്നാണ്. ജൂൺ മാസത്തിൽ വന്നപ്പോൾ തൊട്ട് പേര് കേൾക്കുന്നുണ്ട്, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. കൃത്യം പറയാത്ത കൊച്ചുങ്ങൾക്ക് അടി കൊടുക്കുന്നു. അപ്പൊ ഇവർ മനസ്സിലാക്കും. ചൂട്ടെടുത്ത് വെക്കുന്നു, കൊതുമ്പെടുത്ത് വെക്കുന്നു, ഊതുന്നു, ഉപ്പുമാവ് ഉണ്ടാകുന്നു. അങ്ങനെ മാർച്ച് മാസമായി, സ്കൂൾ അടച്ചു, അവർ വീട്ടിൽ പോയി. പിറ്റേ ജൂണിൽ വീണ്ടും വന്നു, ഉപ്പുമാവ് ഉണ്ടാക്കുന്നു. അങ്ങനെ കേൾക്കുന്നു, സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ്. കാരണം ഈ കഞ്ഞിപ്പര ഒരിക്കലും 1ാം ക്ലാസ്സിന്റെ അടുത്ത് നിന്ന് മാറുന്നില്ല. കഞ്ഞിപ്പര എപ്പോഴും 1ാം ക്ലാസ്സിന്റെ അടുത്ത് തന്നെയാണ്. അങ്ങനെ കഴിഞ്ഞ 30 വർഷമായി ഞങ്ങള് ഉപ്പുമാവ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 35, 40, 42 വർഷം ഉപ്പുമാവ് ഉണ്ടാക്കിയ ഒരാള് കേട്ടത് മുഴുവൻ സൂര്യൻ കിഴക്ക് ഉദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു. 42ാമത്തെ വയസ്സിൽ പുള്ളിക്കൊരാഗ്രഹം,
ശുഭ പീഡിയക്കല് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് എതിരൊന്ന് എഴുതിയാലൊന്ന്. അപ്പൊ ഇതാണ് ഉപ്പുമാവ്. ഉപ്പുമാവ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ആ ഉപ്പുമാവിന്റെ പേര് എന്ത് ചെയ്യുന്നില്ല, വർഷങ്ങൾ കഴിയും തോറും നീങ്ങുന്നില്ല. 2ാം ക്ലാസ്, 3ാം ക്ലാസ്, 4ാം ക്ലാസ്, 5ാം ക്ലാസ്, 10 കൊല്ലം കഴിയുമ്പോൾ കോളേജിൽ പോയി ഉപ്പുമാവ് വരെ ഇരിക്കുന്നില്ലല്ലോ. ഉച്ചക്കഞ്ഞിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കാൻ മാത്രമേ അറിയത്തുള്ളൂ. ഉച്ചക്കഞ്ഞിക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് തിങ്. പിന്നെ ഞങ്ങൾ മറ്റു കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മറ്റു കാര്യങ്ങൾ. അപ്പൊ ഈ റോക്കറ്റിന്റെ ബേസ് എന്ത് ചെയ്യണം, ഇളകിപ്പോണം. അപ്പൊ റോക്കറ്റ് ഇളകിപ്പോയി 1ാം ഘട്ടം കത്തി വീണു, 2ാം ഘട്ടം കത്തി വീണു. അപ്പേ 2ാം ഘട്ടം കത്തി വീണവരൊക്കെ തന്നെ ലൈക്ക് അടിക്കുന്നു. ഇനി അവരുടെ 3ാം ഘട്ടം കത്തി വീണിട്ട് അവർ നേരെ ഓർബിറ്റിലേക്ക് ചെല്ലുകയാണ്. ഓർബിറ്റിലേക്ക്. ആ ഓർബിറ്റിൽ ഓരോ വിശ്വാസിയെയും എത്തിക്കുക എന്നുള്ളതാണ് അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ പറയുക, എന്റെ ധർമ്മം. ആകയാൽ ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഞാൻ എല്ലാ ചാതുര്യത്തോടും കൂടെ ഞാൻ അവരെ ഉപദേശിക്കും. ടു പ്രസന്റ് എവരിവൺ പെർഫെക്റ്റ് ഇൻ ക്രൈസ്റ്റ്. വ്യക്തമായി ആ ക്രിസ്തുവിന്റെ ദർപ്പണ ബിംബം എന്റെ അകത്തുണ്ടെന്നുള്ള തിരിച്ചറിവോടുകൂടെ, യെസ്, ഐ ഹാവ് ദാറ്റ് മിറർ ഇമേജ് ഓഫ് ക്രൈസ്റ്റ് ഇൻ മീ. ഒറിജിനൽ DNA, ഒറിജിനൽ ഡിസൈൻ. അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി. അപ്പോഴാണ് ഇവര് മറ്റു കാര്യങ്ങളുമായിട്ട് വരുന്നത്. അപ്പൊ യേശു പറയാ, നീ ആ തിരുവെഴുത്തുകൾക്കകത്ത് മുഖം പൂഴ്ത്തി ഇരിക്കുന്നത് കൊണ്ട് നിനക്ക് എന്നെ കാണാൻ പറ്റുന്നില്ല. തല ഉയർത്തുവീൻ, എന്നെ നോക്കുവീൻ, എന്നെ കാണുവീൻ. എന്റെ അടുക്കലേ ഓയോ ചില നേരം പോവും. യഹൂദ റബ്ബി മുറുക്ക പിടിച്ചിരിക്കുക. കർത്താവ് പറയാണ്, പ്രിയ സഹോദര, അത് മുഴുവൻ എന്നെ കുറിച്ചാ പറയുന്നത്. നീ അത് താഴെ വെച്ച് ഇങ്ങോട്ട് വാ. നോ നോ നോ. എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ യേശു ഇങ്ങനെ നടക്കുക. എമ്മോസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ കൂടെ. അപ്പൊ അവരും ഇങ്ങനെ കൂടെ നടന്നു. അപ്പൊ കർത്താവ് ചോദിച്ചു, നിങ്ങൾ ഈ തമ്മിൽ സംസാരിക്കുന്നത് എന്താണ്? അപ്പൊ അവർക്ക് കർത്താവിനെ മനസ്സിലായില്ല. ഇവർക്ക് ആർക്കും ഈ കർത്താവിനെ മനസ്സിലാകുന്നില്ല. കാരണം അവർ എമ്മോസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇവരെല്ലാം എമ്മോസിലേക്കുള്ള റോഡ് ട്രിപ്പാണ്. അപ്പോ അവർ പറഞ്ഞു, ഈ നാളുകളിൽ നീ മാത്രം അറിഞ്ഞില്ലേ യെരൂശലേമിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊന്നും? നീ മാത്രം. കർത്താവ് എന്ത് ചെയ്തു? തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന മോശ, സങ്കീർത്തനം, പ്രവാചക പുസ്തകങ്ങൾ. അപ്പൊ മോശയുടെ പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും പ്രവാചക പുസ്തകങ്ങളിലും മോശയുടെ തനക്ക് തോറ, നബി, കെത്തുബി. തോറ എന്ന് പറഞ്ഞാൽ പഞ്ചഗ്രന്ഥി. നബീം എന്ന് പറഞ്ഞ പ്രവാചക പുസ്തകങ്ങൾ, റൈറ്റിംഗ്സ്, കെത്തുബി, സങ്കീർത്തനങ്ങൾ. അതാണ് തനക്ക്. അപ്പൊ തനക്ക് വ്യാഖ്യാനിച്ച് യേശു. അപ്പൊ എമ്മോസിലേക്ക് ഈ ശിഷ്യന്മാരുടെ കൂടെ യേശു നടക്കുന്ന ആ നടപ്പിനെ അനുസ്മരിച്ചാണ് സുറിയാനിക്കാർ കുർബാന ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യം മോശയുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, പള്ളിയിൽ ചെല്ല്, രാവിലെ ചെല്ലണം കേട്ടോ. നിങ്ങൾ ആ തുണിയും സ്പൂണും കൂടെ കാണിക്കുന്നത് ചെന്നാൽ പോരാ. രാവിലെ ചെല്ലുമ്പം ഓറൈത്തായുടെ പുസ്തകത്തിൽ നിന്നും, അല്ലെ, ഓറൈത്തായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയുണ്ട്. പഴമ വായിക്കുക. ഓറൈത്ത എന്ന് പറഞ്ഞാൽ മഹാപ്രവാചകൻ എന്നാണ് അർത്ഥം. മോശെ സുറിയാനിക്കാർ വിളിക്കുന്ന പേര് ഓറൈത്ത എന്ന്. അപ്പൊ ഓറൈത്തായുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കഴിഞ്ഞു പ്രവാചക പുസ്തകങ്ങള്, സങ്കീർത്തനങ്ങള്, അല്ലെ, നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമെന്ന് ദാവീദ് മുഖാന്തരം പരിശുദ്ധ റൂഹ പാടി. അപ്പം പിന്നീട് എന്ത് ചെയ്യാണ്? സ്ലീഹ വായിക്കുന്നു, പിന്നെ ഏവെങ്കിലും വായിക്കുന്നു. അവസാനം ആ വീട്ടിൽ ചെന്ന് കയറി കഴിയുമ്പോൾ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറന്നു, അവരുടെ ഹൃദയം ജ്വലിച്ചുകൊണ്ടിരുന്നു.
അതാണ് ഈ കുർബാനയുടെ അവസാനം ഖണ്ഡിപ്പിന്റെ ശുശ്രൂഷയിലേക്ക് പോകുന്നത്. അപ്പൊ ഈ എമ്മോസിലേക്കുള്ള ഒരു യാത്രയുടെ ഒരു പാറ്റേണിലാണത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ വിഷയമല്ല, ഞാനത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ അർത്ഥം കർത്താവിനെ കാണുക, കർത്താവിനെ കാണുക. ഹൗ മച്ച് ഹി ലവ്ഡ് അസ്, അവൻ എത്ര നമ്മെ സ്നേഹിച്ചു, നമ്മൾ എത്രമാത്രം അവനിൽ സ്വീകാര്യരാണ്. നീ യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതല്ല സുവിശേഷം, യേശു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സുവിശേഷം. നീ യേശുവിനെ സ്വീകരിക്കൂ, യേശുവിനെ സ്വീകരിക്കൂ എന്ന് പറയുന്നതല്ല, യേശു നിന്നെ സ്വീകരിച്ചിരിക്കുന്നു, നിന്നെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണ് സുവിശേഷം. ദാറ്റ് ഈസ് ഗോസ്പൽ. അപ്പൊ ഈ അണ്ടർസ്റ്റാൻഡിങ്, ഈ മേൽത്തട്ട് ധാരണയിലേക്ക് നമ്മൾ ഉയരുന്ന ആത്മീക വളർച്ച എന്ന് പറഞ്ഞ് നിന്റെ അറിവ് നിമിത്തം ഒരു ബലഹീന സഹോദരൻ ഇടറിപ്പോകാൻ ഇടയാകരുത്. പൗലുസ്ലിഹ പറയുന്നു, നമ്മുടെ അറിവ് നിമിത്തം ഒരു ബലഹീന സഹോദരൻ ഇടറിപ്പോകരുത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരോടും ചേർന്ന് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. PhD കഴിഞ്ഞു, ഡ്യൂപ്ലിക്കേറ്റ് അല്ല, പെന്റക്കോസ്തുകാരുടെ പോലത്തെ ചുമ്മാ ഡോക്ടറേറ്റ് അല്ല, ഒറിജിനൽ PhD. ഒറിജിനൽ PhD കഴിഞ്ഞ് നമ്മൾ ചെല്ലുകയാണ്, നഴ്സറി ചെല്ലുക. അപ്പൊ നഴ്സറി പിള്ളേരോട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാം. നമ്മളവിടെ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണ് ബാബ ബ്ലാക്ക് ഷീപ്പ്, ഓക്കെ, ഓ ബാബ ബ്ലാക്ക് ഷീപ്പാണ്, ഞാൻ ഈ PhD എടുത്തേച്ച് വന്നിട്ട് ഇനി ബാബ നോ. ഞാൻ എല്ലാവരെയും നേടേണ്ടതിന് എല്ലാവർക്കും എല്ലാമായി തീർന്നു അല്ലെ പൗലുസ്ലിഹ പറയുന്നത്. ദാറ്റ്സ് ദ ആറ്റിറ്റ്യൂഡ്, അതാണ് ശരിയായ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കേൾക്കാൻ പറ്റാതെ വരുന്നത്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലിബറേറ്റിംഗ് ട്രൂത്ത് ആണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. നിങ്ങളെ സ്വതന്ത്രരാക്കുന്ന, നിങ്ങളെ അനുഗ്രഹിക്കുന്ന, ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുന്ന ഗ്ലോറിയസ് ഗോസ്പലാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗ്ലോറിയസ് ഗോസ്പൽ. മറ്റേന്ന് പറഞ്ഞാൽ കശാപ്പ് കടയിൽ 6 മാസം നിന്ന പരിചയം വെച്ച് ഹാർട്ട് ഓപ്പറേഷൻ ഇറങ്ങിയിരിക്കുന്ന കുറെ പേരാണ്. നിങ്ങൾ വേണേ അവിടെ പോക്കോ, നിങ്ങൾക്ക് വേണേ പോവാം. നമ്മൾ പറയുന്നത് ശരിയായി ആഗ്രഹിക്കാൻ കഴിവുള്ള ആളുകളോടാണ് പറയുന്നത്. നമ്മളിത് പറയുന്നതിന് ഫീസ് വാങ്ങുന്നില്ല, ഇതിന് ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങുന്നില്ല. എന്നെ യൂട്യൂബിൽ കാണുന്നവർ ശ്രദ്ധിക്കുക, ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് യാതൊരു തര പരസ്യങ്ങളും കാണാൻ കഴിയത്തില്ല. ദാറ്റ് മീൻസ് ഐ എം നോട്ട് മേക്കിംഗ് എനി മണി ഔട്ട് ഓഫ് ഇറ്റ്. യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാനാണ് ഞാനിത് പറയുന്നതെന്നൊരു ആരോപണമുണ്ട്. യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കണമെങ്കിൽ ആ യൂട്യൂബ് വീഡിയോയിൽ പരസ്യങ്ങൾ വന്നിരിക്കും. നിങ്ങൾ മറ്റു ചാനലുകൾ നോക്കുക, അതിലെല്ലാം ധാരാളം പരസ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ എൻ്റെ വീഡിയോകൾ കാണുക, അതിൽ പരസ്യങ്ങളില്ല. ഏതെങ്കിലും വീഡിയോയിൽ പരസ്യം വരുന്നുണ്ട് എന്നെ അറിയിക്കുക. ദാറ്റ് മീൻസ് ഇത് പണം ഉണ്ടാക്കാനല്ല. പിന്നെ ഞാൻ പറയുന്നു, ആരെയും മട്ടി മറിക്കാനല്ല, മാളിക വെച്ച് സുഖിക്കാനല്ല, ജനലക്ഷങ്ങളുടെ കണ്ണു തുറക്കാൻ. അതിനാണ് ഈ ലൈവ്. ആരെയും അട്ടിമറിക്കാനല്ല, മാളിക വെച്ച് സുഖിക്കാനല്ല, ജനകോടികളുടെ കണ്ണു തുറക്കാൻ. അതിനാണ് ഈ ലൈവ്. അതിനാണ് ഈ ലൈവ്. അപ്പൊ അതുകൊണ്ട് എനിവൺ ക്യാൻ ജോയിൻ ഇൻ ദിസ് ലൈവ്. ഇതേ കുറെ ആളുകൾ ഇങ്ങനെ റിക്വസ്റ്റ് അയക്കും. ഇതൊക്കെ നേരാണെന്ന് ആർക്കറിയാം. വർഗീസ് മാർട്ടിൻ ലൂയിസ് മുണ്ടശ്ശേരി. അങ്ങനത്തെ കാര്യങ്ങളല്ല. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ്. ശരിയായിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക. സാന്താക്ലോസ് ഉണ്ടെന്നാ വിശ്വസിക്കുന്നു. സാന്താക്ലോസ് ഉണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാള് ഉടനെ തന്നെ എനിക്കെതിരായിട്ടൊരു പുസ്തകം എഴുതുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. പുസ്തകം പരസ്യം കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊക്കെ സാന്താക്ലോസ് ഉണ്ടെന്ന് വിശ്വസിച്ചാണ്. എബ്രഹാം കെ ജോൺ. ക്രിസ്തു തന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തി മുഴു ലോകത്തെയും ദൈവത്തോട് അടുപ്പിച്ചു. തന്റെ ദേഹം എന്ന തിരശ്ശീല ചീന്തി
ഞാനത് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിലത്തെ ലൈവിൽ പറഞ്ഞായിരുന്നു. എബ്രഹാം കെ ജോൺ അത് ശ്രദ്ധിച്ചോ? അതായത് കർത്താവ് ഈ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് ക്രൂശിന് മുമ്പാണ്. ക്രൂശിന് മുമ്പ് ഇത് എന്റെ ശരീരം എന്ന് പറഞ്ഞു കൊടുത്തത് അതിന് ശരിയായി നമ്മൾ മനസ്സിലാക്കുക. അതായത് പഴയ നിയമ പെസഹയെ കുർബാനയോട് കൊണ്ട് ചേർക്കുന്നത് ആ ക്രൂശിന് മുമ്പാണ്. അവിടെ ചേർത്തിട്ട് പറഞ്ഞു വാങ്ങി ഭക്ഷിക്കുകയും. അവിടെയാണ് പെസഹായൽ പെസഹാട് മാറിപ്പോകുന്നത്. നമുക്ക് ഒത്തിരി തെറ്റിദ്ധാരണയുണ്ട്. വെസ്റ്റേൺ ഗോസ്പലിലേക്ക് നമ്മൾ പലപ്പോഴും അറിയാതെ വഴുതി വീണ് പോകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും വെസ്റ്റേൺ ഗോസ്പലിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട പൗരസ്ത്യ സുവിശേഷത്തിൽ നിൽക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ? ഇപ്പൊ ഞാൻ ഏതായാലും അല്പം കൂടിയ ക്ലാസ്സിലെ കാര്യം പറയും. ദൈവവും മനുഷ്യനുമായിട്ട് അകന്നുപോയി. അപ്പൊ ഇതാണ് ഈ പ്രശ്നം. അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയി. അപ്പൊ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയത് എസ്റ്റാബ്ലിഷിംഗ് ദ റിലേഷൻഷിപ്പ്, അതാണ് ഈ ഗോസ്പൽ എന്ന് പറയുന്നത്. രണ്ട് കക്ഷികളാണ്. ഇപ്പൊ നമ്മുടെ ജിജി എബ്രഹാമും നമ്മുടെ എബ്രഹാം കെ ജോണും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ്, നമ്മുടെ സ്വന്തം ആളുകളാണ്. ഒരാൾ മെത്രാൻ കക്ഷിയാണ്, മറ്റേ ആൾ ബാവാ കക്ഷിയാണ്. എന്തൊരു തമാശ വന്നു. രണ്ടുപേരും കോട്ടയംകാരും, രണ്ടുപേരും നമ്മുടെ സ്ഥിരം പ്രേക്ഷകരുമാണ്. ഇപ്പൊ എബ്രഹാം കെ ജോണും ജിജി എബ്രഹാമും ഇവര് തമ്മിൽ അകന്നു, പിണക്കം ഉണ്ടായി കഴിയുമ്പം നമ്മുടെ ബിജോയ് ഉണ്ടല്ലോ, നമ്മുടെ ആളാ ബിജോയ് തിരക്കാണ് ഇവരെ തമ്മിൽ രമ്യപ്പെടുത്തണം. അപ്പൊ ബിജോയ് എന്താ ചെയ്യും? ഇവരെ തമ്മിൽ രമ്യപ്പെടുത്താൻ ബിജോയ് എന്ത് ചെയ്യും? ആയിരത്തെ അല്ലെങ്കിൽ ഇതാണ്ട് ബെന്നി പി ജോൺ ബാംഗ്ലൂർ, അയാൾ ലൈക്ക് അടിക്കുന്നു. ബിന്നി ആദ്യം ചെയ്യുന്ന എന്തായിരിക്കും? ഇപ്പൊ നമ്മുടെ എബ്രഹാം കെ ജോണും ജിജി എബ്രഹാമുമായിട്ട് പിണങ്ങിയിരിക്കുകയാണ്, ഭയങ്കര പിണക്കമാണ്. അപ്പൊ ആദ്യം ബിന്നി ചെന്നിട്ട് തിരക്കുന്ന എന്താണ്? ഒരു കോമൺ സെൻസ് ഉള്ള ആൾ ആദ്യം തിരക്കുന്നത് ആർക്കാണ് പ്രോബ്ലം, മനസ്സിലായി? അല്ലാതെ ഹസ്ബൻഡും വൈഫൂടെ അടിച്ചെന്ന് വെച്ചു, ഹസ്ബൻഡും വൈഫൂടെ പിണങ്ങി. അപ്പൊ നമ്മള് രമ്യപ്പെടുത്താൻ പോവാ, ഈ പെന്റക്കോസുകാർ രമ്യപ്പെടുത്താൻ പോകുന്നതല്ല കേട്ടോ. രമ്യപ്പെടുത്താൻ രണ്ടാക്കിയിട്ട് അവർ തിരിച്ചു വരുത്തും. ഡൈവോഴ്സ് സ്പെഷ്യലിസ്റ്റ് എന്നാണ് ഞങ്ങളുടെ ഇവിടെ ഒരു പാസ്റ്റർ ഉണ്ട്. പുള്ളി അതാണ് ഏത് കേസിൽ ഇടപെട്ടാലും സക്സസ്ഫുൾ ആയി ഡൈവോഴ്സ് നടത്തിയിരിക്കും. ഇന്ന് വരെ ഒരു കുടുംബത്തിൽ സമാധാനം ഉണ്ടായിട്ടില്ല, എവിടെ കൗൺസിലിങ്ങിന് പോയാലും. അപ്പൊ ഇതാണ് നമ്മൾ ഈ ഡൈവോഴ്സാണ്. പക്ഷെ അങ്ങനെയല്ല, ദൈവമക്കൾ പോയ രമ്യതയാണ്, ഐക്യമാണ്, സമാധാനമാണ്, സ്നേഹമാണ്. അപ്പൊ ഇവിടെ നമ്മള് രണ്ടുപേര് പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ആദ്യം തിരക്കുന്നത് ആർക്കാണ് പ്രശ്നം. നമ്മുടെ റോയ് പുത്തൂര് നമ്മളെ വാച്ച് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഈ ലൈവിലുള്ളവരെല്ലാം നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നന്ദി പറഞ്ഞു, ഒന്നുകൂടെ പറയുകയാണ്. അദ്ദേഹത്തിന്റെ അനുഗ്രഹീത ശബ്ദത്തിലാണ് നമ്മൾ ഈ പാട്ടെല്ലാം കേൾക്കുന്നത്. അദ്ദേഹം മലങ്കരയുടെ ഒരു വരദാനമാണ്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ ഈ രണ്ടുപേര് തമ്മിൽ പ്രശ്നമാണ്. അപ്പൊ ഈ പ്രശ്നം നമ്മൾ ആദ്യം പോയിട്ട് ചോദിക്കാം, ആർക്കാ പ്രോബ്ലം? അപ്പം ഐ ഹാവ് നോ പ്രോബ്ലം. എനിക്കിപ്പോ അവര് തെറ്റുതിരുത്തേണ്ട ആവശ്യമോ മാപ്പ് പറയേണ്ട ആവശ്യമോ ഒന്നും ചെയ്യണ്ട. ഐ ആം റെഡി ടു അക്സെപ്റ്റ്. ഒന്ന് വന്നു കിട്ടിയാൽ മതി. പക്ഷെ പ്രോബ്ലം മറ്റേ ആൾക്കാണ്. അപ്പൊ ട്രീറ്റ് ചെയ്യേണ്ടത്, അല്ലെ കൗൺസിൽ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഉപദേശിക്കേണ്ടത് എല്ലാം ഈ പ്രശ്നമുള്ള ആളെയാണ്. ദൈവവും മനുഷ്യനുമായിട്ട് അകന്നു. അവ രണ്ട് കക്ഷികളാണ്. ആർക്കാ പ്രോബ്ലം? അപ്പൊ ഇത് അടുക്കരുതെന്ന് ആഗ്രഹിക്കുന്നവര് ഈ കൂട്ടിപ്പിടിപ്പിക്കുക, ഗോസിപ്പിംഗ് ഒക്കെ നടത്തും. അവര് വന്നിട്ട് മറ്റോട് പറയും, അറിയാം മറ്റേ പുള്ളി കേട്ടോ, നിങ്ങളെ പറ്റി കണ്ടാൽ തല്ലാനിരിക്കുക, കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്, അതാണ് ഇതാണ്, നരകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഭയങ്കര പാമ്പുണ്ട്, തീയ് കത്തിച്ചു കളയും. സത്യത്തിൽ ആ പുള്ളി പാറപ്പുറത്തിരിക്കുകയാണ്, ഈ പുള്ളി ഇവരെ വിളിച്ചോണ്ട് വരുമെന്ന് ഓർത്തു. ഒരാളെ വിട്ടു, അവിശ്വസ്തനാണ്. അടുത്ത ആളെ വിട്ടു, അവനും അവിശ്വസ്തനാണ്. അടുത്ത ആളെ വിട്ടു, അവനും അവിശ്വസ്തനാണ്. രമ്യപ്പെടൽ നടക്കുന്നില്ല. അതിനിടയ്ക്ക് ആകെ 3-4 പേര് മാത്രമേ എന്ത് ചെയ്തുള്ളൂ, രമ്യപ്പെട്ടുള്ളൂ. 2 പേർ ഒത്തിട്ടല്ലാതെ എങ്ങനെയാണ് ഒരുമിച്ച് നടക്കുന്നത്? ആമോസ് 3:3. ഹാനോക്ക് എന്ന് പറഞ്ഞ ഒരാള് അടുത്ത് നടന്ന് അവനെ എടുത്തോണ്ട് പോയി.
ഏലിയാവ് കൂടെ നടന്ന് അവനെ എടുത്തോണ്ട് പോയി. ദൈവസ്നേഹം മനസ്സിലാക്കാൻ പറ്റുന്നില്ല. യുഗങ്ങളുടെ സ്നേഹം, റൊമാൻസ് ഓഫ് ഏജസ്, അവിശ്വസ്തരായ ദാസന്മാർ. യേശു കർത്താവ് പറയാണ്, അവസാനം God sent his son. ഈ മെസ്സഞ്ചേഴ്സ് മുഴുവൻ കൃത്യമായ മെസ്സേജ് കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു. അവരുടേതായ പല ഐഡിയകളും അതിനകത്ത് മിക്സായി. ലാസ്റ്റ് റൗണ്ടിൽ എന്ത് ചെയ്യാണ്? For God so loved the world and he sent his son. മനസ്സിലാക്കണം. അപ്പോഴാണ് നിങ്ങൾ ഇവിടെ ഇന്നൊരു വാക്യമുണ്ട്, you assume that you have eternal life in those verses. I am standing here. Those verses give witness to me. അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി. അവനെ പോലെ ആകാൻ വേണ്ടി ഇങ്ങനെ കൈ നീട്ടി നിൽക്കുകയാണ്. For God so loved the world and he sent his son. അവൻ തന്റെ പുത്രനെ അയച്ചു. That is gospel. This is glorious gospel. ഞങ്ങൾ വിശ്വസിക്കുന്നത് ട്രൂ ഗോസ്പൽ ആണ്. ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവത്തിന്റെ സ്നേഹമാണ്. അത് ഞങ്ങൾ പ്രസംഗിക്കുന്നു. അത് സകല ജ്ഞാനത്തോടും എല്ലാ ചാതുര്യത്തോടും കൂടെ ഞങ്ങൾ പ്രസന്റ് ചെയ്യും. ഞങ്ങളുടെ പൗലോസ് ശ്ലീഹ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരായി നിർത്തേണ്ടതിന് ഞങ്ങൾ സകല ജ്ഞാനത്തോടും എല്ലാ ചാതുര്യത്തോടും കൂടെ അത് പ്രസംഗിക്കും. We preach that Christ. We preach his glorious gospel. Gospel of victorious Christ. ജയാളിയായ ക്രിസ്തുവിന്റെ സുവിശേഷം, ജയിച്ചവന്റെ സുവിശേഷം, പരാജിതന്റെ സുവിശേഷമല്ല, ഭാഗിക ജയാളിയുടെ സുവിശേഷമല്ല, പൂർണ്ണ ജയാളിയുടെ സുവിശേഷം, പൂർണ്ണമായി ജയിച്ചവന്റെ സുവിശേഷം, പൂർണ്ണമായി ജയിച്ചവന്റെ സുവിശേഷം. നമ്മൾ ഇന്നലെ കുര്യാക്കോസ് സഹോദരന്റെ അനുസ്മരണം ഉള്ള ലൈവ് ഒക്കെ നടത്തി. അവസാനം കുര്യാക്കോസ് സഹോദരന്റെ മാധ്യസ്ഥ പ്രാർത്ഥന നടത്തി. നമ്മൾ ലൈവിൽ കുര്യാക്കോസ് സഹോദരന്റെ മാധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നപ്പോൾ തലച്ചോറിൽ രക്തസ്രാവമായി അതിഗുരുതരാവസ്ഥയിൽ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ കിടന്ന ഒരാൾക്ക് വേണ്ടി നമ്മുടെ ലൈവിൽ നമ്മളോട് ചേർന്ന് ഒരാൾ പ്രാർത്ഥിച്ചു. അദ്ദേഹം തന്റെ സാക്ഷ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. ആ ആള് ഐസിയുവിൽ നിന്ന് പുറത്തു വന്നു. റിയലി ഇറ്റ് ഈസ് എ മിറക്കിൾ. ഇത് നമുക്ക് മഹത്വമില്ല, കാരണം ഈ തേജസ്സിൽ വസിക്കുന്ന വിശുദ്ധന്മാരുടെയും സഹോദരന്മാരുടെയും മധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ അതിൽ നമുക്ക് അനുഗ്രഹങ്ങളും ദൈവത്തിന്റെ അത്ഭുതങ്ങളും ഒക്കെ കിട്ടുമ്പോൾ ഒരു മനുഷ്യന് മഹത്വം എടുക്കാൻ പറ്റത്തില്ല. മനുഷ്യൻ മഹത്വം എടുക്കുന്നില്ല. അത് തന്നെയല്ല, അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റും ഇല്ല. മനസ്സിലായോ? എടത്വായിലുള്ള പാപ്പച്ചൻ ഉപദേശം കൊണ്ട് പ്രാർത്ഥിപ്പിച്ചാൽ പിന്നെ ആയുഷ്കാലം പാരയായിരിക്കും. പക്ഷെ എടത്വാ പുണ്യാളനോട് പ്രാർത്ഥിച്ച് പുണ്യാളൻ ഒരു ഡിമാൻഡിന്റെ ബലത്തിലെ ശല്യം ഉണ്ടാക്കത്തില്ല. സോ അതിൽ ഞാനൊരു ടെസ്റ്റ് മണി നമുക്ക് ഇവിടെ എഴുതി തന്നെ ആ ടെസ്റ്റ് മണി പറഞ്ഞതേ ഉള്ളൂ. കോട്ടയത്തുള്ള ബിജു എന്ന സഹോദരനാണ്. അദ്ദേഹം ഒരു പാസ്റ്റർ ആയിരുന്നു, പെന്റക്കോസ്റ്റൽ സഭയിലെ പാസ്റ്റർ ആയിരുന്നു. അദ്ദേഹം 8 മാസം മുമ്പ് അദ്ദേഹത്തിന്റെ കത്തോലിക്ക സഭയിലേക്ക് മടങ്ങിപ്പോയി. അദ്ദേഹം സിറിയൻ കാത്തലിക് ആയിരുന്നു. ആ ഇടവകയിൽ നിന്ന് ഏകദേശം 22 ഫാമിലിയെ അദ്ദേഹം പെന്റക്കോസ്റ്റിലോട്ട് കൊണ്ടുപോയത് കൊണ്ട് ഇപ്പൊ മാനസാന്തരപ്പെട്ട് മടങ്ങി നിന്നിട്ടും ആ പള്ളിക്കാര് ഇയാളെ അത്ര സ്വീകരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അദ്ദേഹം മറ്റൊരു പള്ളിയിൽ യോജിച്ചിപ്പം കാത്തലിക്കിലാണ്. അങ്ങനെ ആ കാത്തലിക് സഹോദരൻ അദ്ദേഹമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മളോട് ഒന്നു ചേർന്ന് കുര്യാക്കോസ് സഹോദരൻ മധ്യസ്ഥയിൽ പ്രാർത്ഥിച്ചു. ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നത്. ഈ വാസ് എ പാസ്റ്റർ, പെന്റക്കോസ്റ്റൽ പാസ്റ്റർ ആയിരുന്നു. ധാരാളം ആളുകൾ തങ്ങളുടെ സ്വത്വത്തിലേക്ക്, തനിമയിലേക്ക്, തറവാട്ടിലേക്ക് മടങ്ങിക്കൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കിട്ടുന്നുണ്ട്. ഞങ്ങളത് പബ്ലിഷ് ചെയ്യുന്നില്ല എന്നുള്ള അനേക ആളുകൾ മടങ്ങുന്നു. കാരണം ബെയ്ത്തലഹേമിൽ ക്ഷാമമുണ്ടായി. ബെയ്ത്തലഹേം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പത്തിന്റെ ഭവനമാണ്. ബൈത്ത് എന്ന് പറഞ്ഞാൽ വീട് എന്നാണ്.
ലഹമോ എന്ന് പറഞ്ഞ അപ്പം, ബൈത്ത് ലഹമോ എന്ന് പറഞ്ഞാൽ ബൈത്ത് ലഹമോ, ബൈത്ത് ലഹേം, അപ്പത്തിന്റെ വീട്, ഹൗസ് ഓഫ് ബ്രെഡ്. അപ്പൊ അപ്പത്തിന്റെ വീട്ടിൽ എന്തുണ്ടായി? അപ്പത്തിന് ക്ഷാമമുണ്ട്. എന്തൊരു വിരോധാഭാസം അല്ലേ? അപ്പത്തിന്റെ വീടാണെന്ന പേര്, മുതലക്കുളം മൈതാനം, അവിടെ ഒന്നും മുതലയില്ല. അപ്പൊ അപ്പത്തിന്റെ വീട്ടിൽ ക്ഷാമമുണ്ട്. അപ്പൊ ആളുകൾ എന്ത് ചെയ്തു? അപ്പത്തിന്റെ ഭവനം ബേത്ലഹേം വിട്ടുപോയി, മോവാബിലേക്ക് പോയി. എലിമലേക്ക് എന്ന് പറയുന്ന ഒരാൾ തന്റെ ഭാര്യ നവോമിയും തന്റെ 2 ആമക്കൾ മഹലോൻ, കില്യോൻ, അവർ മോവാബിൽ പോയി. ആമ്പിള്ളാർ രണ്ടും അവിടെ വെച്ച് കല്യാണം കഴിച്ചു. അവർ രണ്ടും അവിടെ വെച്ച് മരിച്ചു. ഭർത്താവ് മരിച്ചു. 3 മരണം, 3 ശവമടക്ക് മോവാബിൽ നടത്തി. ഒരു മരുമകൾ വിട്ടുപോയി. അവസാനം 2 വിധവമാരായി ആ ഭവനം. വാട്ട് എ ബ്ലെസ്സിങ്! അനുഗ്രഹം തേടി പോയതാണ് ബേത്ലഹേം വിട്ട്. അങ്ങനെ സത്യസഭ വിട്ടുപോയവരുണ്ട്. വചനമില്ല, വിടുതലില്ല, അനുഗ്രഹമില്ല, ഉണർവില്ല, പല കംപ്ലൈന്റ്സ് ആയിരുന്നു. ഞാനും അങ്ങനെ പോയി. ഇപ്പൊ ഇവിടെ ഇതാ ബേത്ലഹേമിൽ അപ്പം റിസ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ബേത്ലഹേമിൽ കൊയ്ത്ത് നടക്കുന്നു. ബേത്ലഹേമിൽ കൊയ്ത്തിന്റെ ആർപ്പുവിളി ഉണ്ടായിരിക്കുന്നു. ബേത്ലഹേമിലെ ധാന്യപ്പുരകൾ നിറയാൻ തുടങ്ങിയിരിക്കുന്നു. പ്രവാസികൾ, സിയോന്റെ പ്രവാസികൾ മടങ്ങി വരികയാണ്. നഷ്ടം സംഭവിച്ചവരുണ്ട്, കഷ്ടം സംഭവിച്ചവരുണ്ട്, അപമാനിക്കപ്പെട്ടവരുണ്ട്. പക്ഷെ ഇത് കൊയ്ത്തിന്റെ സമയമാണ്, കൊയ്ത്തിന്റെ സമയമാണ്. ഞാനത് വിശ്വസിക്കുന്നു. തങ്ങളുടെ സ്വത്വങ്ങളിലേക്ക്, തനിമയിലേക്ക്, സത്യസഭ അതാണെന്ന് തിരിച്ചറിഞ്ഞ്, സത്യവചനം അവിടെയാണ് ഘോഷിക്കപ്പെടുന്നത് തിരിച്ചറിഞ്ഞ്, സത്യത്തിലുള്ള പൗരോഹിത്യം അവിടെയാണെന്ന് തിരിച്ചറിഞ്ഞ്, സത്യം അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കി, അവിടെ അപ്പം റിസ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കി തിരിച്ചു വരുന്ന ആളുകൾക്ക് ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കൂടുതൽ ആളുകൾ ധൈര്യമായി ബേത്ലഹേമിലേക്ക് മടങ്ങി വരുവാൻ ആഹ്വാനം ചെയ്യുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ ലിസണിങ്. സോ നമ്മുടെ പൈതൽ സഹദായുടെ മധ്യസ്ഥ അനുഗ്രഹമാണ്. താങ്ക് യു ഫോർ ലിസണിങ്. May God bless you all. Thank you for watching. കുറിയാക്കോ സഹദാ നിൻ ചരിതം ശ്രേഷ്ഠം, ബാല്യത്തിൽ നിന്നുടയോനായി ജീവനമർപ്പിച്ചോരാകും നിൻ പ്രാർത്ഥന ഞങ്ങൾക്കഭയം. കുറിയാക്കോ സഹദാ നിൻ ചരിതം ശ്രേഷ്ഠം, ബാല്യത്തിൽ നിന്നുടയോനായി ജീവനമർപ്പിച്ചോരാകും നിൻ പ്രാർത്ഥന ഞങ്ങൾക്കഭയം. മാതാവിൻ മടിയിൽ ലാളിതനായപ്പോൾ രാജൻ കയ്യാൽ ബന്ധിതനായി രക്തം ചിന്തി ബലിയായി തീർന്നോരാം സഹദാധന്യൻ. മാതാവിൻ മടിയിൽ ലാളിതനായപ്പോൾ രാജൻ കയ്യാൽ ബന്ധിതനായി രക്തം ചിന്തി ബലിയായി തീർന്നോരാം സഹദാധന്യൻ. തൻ സോദരനൊപ്പം പാൽപുഞ്ചിരി തൂകും ചുണ്ടുകളാൽ നീ ഘോഷിച്ചു, ക്രൂശിൽ മരിച്ചോരാമീശോനാഥൻ